മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. അമേരിക്കയിലെ ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണം 43 മരിച്ചവരിൽ 15 കുട്ടികളും ഉൾപ്പെടുന്നു. സമ്മർ ക്യാമ്പിൽ നിന്നും കാണാതായ 27 കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ അവിടുത്തെ രക്ഷാ ദൌത്യങ്ങളുടെ കാര്യം ഏത് രീതിയിൽ വിവിധ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് തുടരുന്നത്? കുട്ടികളെയും ഇവിടെ കാണാതായിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് കൃഷ്ണ. ശ്രീജിത്ത്, സെൻട്രൽ ടെക്സസിൽ ഇന്നലെ ഉണ്ടായ ഈ മിന്നൽ പ്രളയത്തിൽ കൂടുതൽ മരണനിരക്കുമായിട്ടുള്ള വാർത്തകളാണ് നമ്മളെ ഈ പ്രഭാവത്തിൽ തേടി വരുന്നത്. മരണനിരക്ക് 51 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 15ഓളം കുട്ടികളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. 27ഓളം പേർക്കായിട്ടുള്ള തെരച്ചിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഇതിൽ കൂടുതലും പെൺകുട്ടികളാണ്. ഈ മരണം നടന്നത് കിഴക്ക് കൗണ്ടിയിലും ട്രാവിസിലുമാണ്. കിഴക്ക് കൗണ്ടിയിലാണ് കൂടുതൽ മരണം നടന്നത്. ട്രാവിസ് കൗണ്ടിയിൽ ഏതാണ്ട് 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 850ഓളം പേരെ രക്ഷപ്പെടുത്തിയതായിട്ടാണ് ടെക്സസ് സംസ്ഥാനം പറയുന്നത്. അതുമാത്രമല്ല, ഈ തെരച്ചിൽ കഴിഞ്ഞ് എത്തുന്നവർക്കായിട്ടുള്ള ഒരു റീയൂണിഫിക്കേഷൻ സെന്റർ കാൽവറി ടെമ്പിൾ ചർച്ചിൽ തുറന്നിട്ടുമുണ്ട്. അവിടെ ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഒക്കെ അവിടെ ഉണ്ട്. ടെക്സസ് ഗവർണർ ഗ്രെഗ് അബോട്ട് പറയുന്നത് 24 hour റിക്കവറി ഓപ്പറേഷൻസ് ആണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവും ടെക്സസ് സ്റ്റേറ്റും സംയുക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ടെക്സസ് സംസ്ഥാനം ഫെഡറൽ ഡിസാസ്റ്റർ ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അംഗീകരിക്കുമെന്ന് ട്രംപ് ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിലും അതുമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിനുമൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം ഈ സംസ്ഥാനത്തിന് ലഭിക്കും. അതുമാത്രമല്ല, ഹോംലാൻഡ് സെക്യൂരിറ്റി US-ന്റെ സെക്രട്ടറി ക്രിസ്റ്റി നോം അധികം വൈകാതെ അവിടെ എത്തുന്നതായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ നിരവധി പേർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. അതുപോലെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടവർ അവരുടെ ആശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് US കോൺഗ്രസ് പ്രതിനിധി ഓഗസ്റ്റ് ഫ്ലൂഗർ തൻ്റെ 2 മക്കള് ഇതിൽ പെട്ടിരുന്നു. പക്ഷേ അവരെ തിരിച്ചു കിട്ടിയതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നു. തന്നെയുമല്ല, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായിട്ടും പറയുന്നുണ്ട്. കൃഷ്ണ ശ്രീജിത്ത്, ഇതൊരു ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പാണ്. ഒരേ കുടുംബം 1 നൂറ്റാണ്ട് കാലമായിട്ട് നടത്തുന്ന ഒരു സമ്മർ ക്യാമ്പിലേക്കായിരുന്നു കൂടുതലും ഈ കുട്ടികൾ എത്തിയത്. ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫുട്ബോൾ കോച്ചാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. 700ഓളം കുട്ടികളാണ് ഈ ക്യാമ്പിലുണ്ടായിരുന്നത്. തന്നെയുമല്ല, ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് രക്ഷാപ്രവർത്തനവും. അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ഏരിയയാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലവും കൂടിയായിരുന്നു. ഇതിന്റെ ആദ്യത്തെ മുന്നറിയിപ്പ് ലഭിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 1 മണി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രളയം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഉയരുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നത്. പക്ഷേ അത് അത്ര ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് അല്ലായിരുന്നു. പക്ഷേ അപകടകരമായ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് പാതിരാത്രിയിലായിരുന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങുകയായിരിക്കാം. പക്ഷേ പുലർച്ചെയോടെയാണ് ഈ ഗുഡാലുപ്പെ നദി കര കവിഞ്ഞൊഴുകുകയായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് 20 അടിയോളമാണ് ഈ നദിയിൽ വെള്ളം ഉയർന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയവും തെരച്ചിലും തമ്മിലുള്ള ഒരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്രതീക്ഷിതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ 51 ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിഷേധം ഇന്നും തുടർന്നേക്കും. ജില്ലാ കളക്ടറുടെ അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, ഇന്നലെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഒരു അക്ഷരാർത്ഥത്തിലൊരു തെരുവ് യുദ്ധത്തിന് സമാനമായ രീതിയിൽ പലയിടത്തും കാര്യങ്ങൾ പോയി. ചിലയിടങ്ങളിൽ ലാത്തി ചാർജിലേക്ക് പോലീസിന് കടക്കേണ്ടി വന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി വരെ പ്രതിഷേധം തുടരും എന്ന നിലപാട് യൂത്ത് കോൺഗ്രസ് ഒക്കെ സ്വീകരിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്നത്തെ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, ടോബി? പ്രജിൻ, ക്രിസ്റ്റീന, പ്രതിഷേധം ഇന്നും തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള UDF പാർട്ടികൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ രാജി, ഒപ്പം തന്നെ ഈ കളക്ടറുടെ അന്വേഷണം, അതിൽ നിലവിൽ അന്വേഷണം നടത്തുന്ന കളക്ടറുടെ ആ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ UDF-നും ഉള്ളത്. ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇന്നലെ
ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. കഴിഞ്ഞ മെയ് 30-ന് ഈ കെട്ടിടം മാറ്റുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം മന്ത്രിമാർ ചേർന്നെടുത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പിന്നീട് എന്തുകൊണ്ട് ഈ കെട്ടിടം മാറ്റുന്ന നടപടികൾ നടന്നില്ല, ആരുടെ ഭാഗത്താണ് അതേ തുടർന്ന് വീഴ്ചയുണ്ടായത് എന്നുള്ള കാര്യത്തിലടക്കം വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമൊക്കെ പ്രതിഷേധം തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ക്രിസ്റ്റീന പ്രജിൻ. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന്. താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിന്റെ അധ്യക്ഷതയിലാണ് യോഗം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ചയാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് മനീഷ്. ഈ യോഗത്തിന്റെ അജണ്ട എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയാകുന്നത്? മനീഷ് മഹിപാലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. രജിസ്ട്രാറെ സർവകലാശാല VC സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം, പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അതിനിടയിലാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം കൂടി മറികടന്നുകൊണ്ട് വൈസ് ചാൻസലറുടെ തീരുമാനമുണ്ടായത്. അതിൽ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടെ താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരാൻ പോവുകയാണ്. രജിസ്ട്രാറുടെ സസ്പെൻഷനും ആ യോഗത്തിന്റെ അജണ്ടയായി മാറുന്നുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്. ശ്രീജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിഞ്ഞ ദിവസം 16 അംഗ ഇടത് അനുകൂല ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് കത്ത് നൽകിയത്. ഒപ്പം തന്നെ ഒരു UDF അംഗം ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് BJP അംഗവും കത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് എന്താണെങ്കിലും വലിയ സുരക്ഷ ഈ സർവകലാശാല പരിസരത്ത് പോലീസ് നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അടക്കം VC രജിസ്ട്രാർ ഓഫീസിലെത്തി, PR ഓഫീസിലെത്തി ചില പരിശോധന നടത്താൻ എത്തിയത് വലിയ വിവാദമായിരുന്നു. അവിടെ എത്തിയത് ഇടത് അനുകൂല അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞത് വിവാദമായിരുന്നു. ഇന്നെന്താണെങ്കിൽ ഈ യോഗത്തിൽ അജണ്ട തീരുമാനിക്കുന്നത് VC ആണ്. സിസ തോമസ് ആയിരിക്കും ആ അജണ്ട തീരുമാനിക്കാനുള്ള അധികാരമുള്ളത്. പക്ഷേ കൂടുതൽ ഭൂരിപക്ഷമുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. അവർ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ രജിസ്ട്രാർക്കെതിരായ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ എടുക്കേണ്ട തീരുമാനം സംബന്ധിച്ച് അല്ലെങ്കിൽ സത്യവാങ്മൂലം സംബന്ധിച്ചൊക്കെ തന്നെ തീരുമാനമെടുക്കാൻ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ ഇടത് അനുകൂല അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ രീതിയിലുള്ള ചർച്ചകൾ ഇന്നത്തെ ഈ യോഗത്തിൽ എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനെ ഏത് രീതിയിലായിരിക്കും VC നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. കാരണം താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം അടുത്ത ദിവസം ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടത്. കാരണം നിലവിൽ സസ്പെൻഷനിലായിട്ടുള്ള അനിൽകുമാറിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ VC കൊടുക്കുന്ന സത്യവാങ്മൂലം ഏറ്റവും നിർണായകമായ കാര്യമാണ്. നിലവിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഭിഭാഷകൻ മുഖേന കൊടുത്തിട്ടുള്ള ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം PRO നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ പരിപാടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനുമതി നൽകിയ ശേഷം റദ്ദാക്കിയത് PRO നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നിലവിൽ അനിൽകുമാർ കോടതിയിൽ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം സിസ തോമസ് PRO ഓഫീസിലെത്തി അവിടെയുള്ള രേഖകൾ കമ്പ്യൂട്ടർ അതായത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ചതും സ്ക്രീൻഷോട്ടുകൾ അടക്കം ശേഖരിക്കാൻ എത്തിയതും അത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇതിനെ നേരിടാൻ സ്വന്തമായി ഒരു അഭിഭാഷകനെ തന്നെ VC നിലവിൽ ഹൈക്കോടതിയിൽ വയ്ക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ നേരിടാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണയുമായി ഇടതനുകൂല സംഘം ഇടതനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതിനെ എതിർത്തുകൊണ്ട് BJP അംഗം രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിലെ തീരുമാനം അത് ഹൈക്കോടതിയെ സംബന്ധിച്ച് ഈ VCയുടെ സസ്പെൻഷനെ സംബന്ധിച്ചുള്ള തീരുമാനം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സമീപിക്കുമ്പോൾ കൊടുക്കുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറ്റവും നിർണായകമായിരിക്കും. മനുഷ്യ ഹൈക്കോടതി വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി സത്യവാങ്മൂലം തയ്യാറാക്കുമ്പോൾ അത് ഏത് രീതിയിൽ വേണം, കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അതിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഈ നീക്കം, ഇടതംഗങ്ങളുടെ നീക്കം, അത് ഈ യോഗത്തിൽ ഏത് രീതിയിൽ സ്വീകരിക്കപ്പെടും?
ക്രിസ്റ്റീന, നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേ, അതായത് ഈ അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജിയോട് തന്നെ ഹൈക്കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ ഭാരതാംബ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് അത് ആ പരിപാടി റദ്ദാക്കുന്ന രീതിയിലേക്ക് എത്തുക, അതൊരു മതചിഹ്നമായി മാറുന്നത് എങ്ങനെയാണെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ആശ്ചര്യപ്പെട്ടിരുന്നു. അതിനെ ഒരു വനിതയാണ്, അത് ഒരു സാരി ഉടുത്തു വരുന്ന വനിതയാണെന്ന രീതിയിലൊക്കെ തന്നെ എങ്ങനെ അതിനെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നു എന്നൊക്കെ തന്നെ ഹൈക്കോടതി അത് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പരിപാടി റദ്ദാക്കിയത് PRO നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം സർവകലാശാലയ്ക്കുള്ളിൽ അത് സർവകലാശാലയുടെ പരിപാടി അല്ലെങ്കിൽ കൂടി സെനറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടികൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ ലംഘനം നടന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ നടന്ന ലംഘനമാണെന്ന് പറയണം. പ്രത്യേകിച്ചും സാധാരണ ഒരു വ്യക്തി പങ്കെടുത്ത പരിപാടിയല്ല, VVIP പരിരക്ഷയുള്ള അല്ലെങ്കിൽ സുരക്ഷയുള്ള സംസ്ഥാനത്തെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി. ആ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഏത് സാഹചര്യത്തിലാണ് രജിസ്ട്രാർ അത് റദ്ദാക്കുന്നത്? പ്രത്യേകിച്ചും രജിസ്ട്രാർ അത് സംബന്ധിച്ച് ഒരു മെയിൽ രാജ്ഭവന് കൊടുക്കുന്നത്, അതായത് ഈ പരിപാടി റദ്ദാക്കുന്നത് സംബന്ധിച്ച് രാജ്ഭവന് മെയിൽ കൊടുക്കുമ്പോൾ അവിടെ ഗവർണർ ഈ പരിപാടി സ്ഥലത്ത് എത്തിയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ തന്നെ ഈ നടപടി, അതായത് നിലവിൽ VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചട്ടവിരുദ്ധ ലംഘനം അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ ലംഘനം രജിസ്ട്രാറിൻ്റെ ഭാഗത്തുണ്ട്. അതിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലെടുക്കുന്ന തീരുമാനം നിർണായകമാണ്. ആ ക്രിസ്റ്റീന ചോദിച്ചതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ അത് സംബന്ധിച്ച് കൃത്യമായ പ്രോട്ടോകോൾ ലംഘനം നടന്നു എന്ന് തന്നെ ആ ഗവർണറുടെ പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘനം അല്ലെങ്കിൽ ആ പരിപാടിക്ക് അനുമതി നിഷേധിക്കാനുള്ള ചില കാരണങ്ങളുണ്ട് എന്ന് തന്നെ കൃത്യമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാദിക്കും. അങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് സത്യവാങ്മൂലം കൊടുക്കാനുള്ള സമ്മർദ്ദം ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ട്. പക്ഷേ അത് സ്വന്തം അഭിഭാഷകൻ മുഖേന അല്ലെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ അജണ്ട തീരുമാനിക്കേണ്ടത് ഇന്നത്തെ താൽക്കാലിക ചുമതലയുള്ള സാങ്കേതിക സർവകലാശാലയുടെ VC സിസ തോമസ് ആണ്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വിവേചന അധികാരം ഉപയോഗിച്ച് രീതിയിൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിനെ നോക്കിക്കാണുമെന്നതാണ് കാണേണ്ടത്. ക്രിസ്റ്റീന. ശരി, മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. വിവാദങ്ങൾക്കിടെ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ പോകുന്നു. സർക്കാരുമായി ഏറെ നാൾ ഏറ്റുമുട്ടിയ സിസ തോമസ് ആണ് ഇപ്പോൾ താൽക്കാലിക വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്നത്. സിസ തോമസിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരാൻ പോകുന്നത്. രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ നാടകീയമായ സംഭവങ്ങൾക്കും സിൻഡിക്കേറ്റ് യോഗത്തിനിടെ സാധ്യതയുണ്ട്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ദ അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ഇലോൺ മസ്ക് പൗരന്മാർക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകുന്നതിനാണ് പുതിയ പാർട്ടിയെന്ന് മസ്ക് വ്യക്തമാക്കി. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമമായതിന് പിന്നാലെയാണ് മസ്കിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഇപ്പോൾ ട്രംപും മസ്കും തമ്മിലുള്ള പോര് അത് നമുക്കറിയാം. അതിനിടയിൽ തന്നെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം മസ്ക് നേരത്തെ തന്നെ നടത്തിയതാണ്. അത് യാഥാർത്ഥ്യമാകുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം, അതിനൊക്കെ ഇലോൺ മസ്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് മധു? ശ്രീജിത്ത്, എലോൺ മസ്കിന് താല്പര്യമുള്ള ഒരാൾ നാസയുടെ തലപ്പത്തേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിലാണ് ആദ്യമായിട്ട് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിൽ തെറ്റുന്നത്. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഇവർ തമ്മിലുള്ള വാഗ്വാദങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കാണുകയും ചെയ്തു. ഇപ്പോൾ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിലവിൽ വന്നതോടുകൂടി അതിനകത്ത് തന്നെ മസ്കിന് ദോഷകരമായി അല്ലെങ്കിൽ മസ്കിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ട രീതിയിലുള്ള പല കാര്യങ്ങളും ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പേസ് എക്സിന്റെ ബഹിരാകാശ പ്രവർത്തനങ്ങളും ദൗത്യങ്ങൾക്കും ഒക്കെ വലിയൊരു ഫീസ് തന്നെ ഈ വരും കാലങ്ങളിൽ മസ്കിന് കൊടുക്കേണ്ടി വരും. ഇലക്ട്രിക് വാഹനങ്ങൾക്കും വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ ബ്യൂട്ടിഫുൾ ബിൽ വന്നിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇടഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് എലോൺ മസ്ക് പറഞ്ഞിരുന്നു. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തിരികെ തരുന്നതായിട്ടാണ് അമേരിക്ക പാർട്ടി രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ഇദ്ദേഹം ഒരു അഭിപ്രായ സർവേ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിൽ പങ്കുവച്ചായിരുന്നു. ഇതിന്റെ കൂടി ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം. മസ്ക് പറയുന്നത് പുതിയൊരു രാഷ്ട്രീയ ബദൽ 2-1 എന്ന അനുപാതത്തിൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് താൻ മനസ്സിലാക്കുന്നെന്ന് പറയുന്നു. അതുമാത്രമല്ല, അഴിമതി, ധൂർത്ത്, ഇതുകൊണ്ടൊക്കെ രാജ്യത്തെ പാപ്പരാക്കുന്ന ഒരു ഏകകക്ഷി ഭരണ സംവിധാനമാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. അത് ജനാധിപത്യമല്ല എന്നാണ് മസ്ക് വിമർശിച്ചിരിക്കുന്നത്.
രൂപീകരിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് അദ്ദേഹം പോകുന്നതും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെന്ന് വിചാരിച്ചാലും ജന്മം കൊണ്ട് അമേരിക്കൻ പൗരത്വം അല്ലാത്തത് കൊണ്ട് മസ്കിന് ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ കഴിയില്ല. പക്ഷേ ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ് വരാനിരിക്കുന്നത്. കാര്യം അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേണ്ടി വന്നാൽ മസ്കിനെ ആഫ്രിക്കയിലേക്ക് നാടുകടത്തുമെന്ന് അദ്ദേഹം ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണ റീജിത്ത്. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ട്രംപിനെതിരെ രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപിച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഇനി ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം വരേണ്ടിയിരിക്കും. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് ഇന്ന് 90-ാം പിറന്നാൾ. ധരംശാലയിൽ വിപുലമായ ആഘോഷ ചടങ്ങുകൾ നടക്കും. 14-ാം ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. ധരംശാലയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ബൽറാം. തനിക്ക് ഏതായാലും 130 വയസ്സ് വരെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് ശേഷം എന്താകും എന്ന അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഒരു ചോദ്യത്തിന് ഉത്തരങ്ങൾ ഉണ്ടാവുമോ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലെ ദലൈലാമ ക്ഷേത്രത്തിന് മുന്നിലാണ്. ലോകത്തിൽ നിന്നും അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. ബുദ്ധമത വിശ്വാസികൾക്കപ്പുറം ദലൈലാമയെ സ്നേഹിക്കുന്ന ആളുകൾ, അദ്ദേഹത്തോട് നേരത്തെ തന്നെ അനുഭാവം പ്രഖ്യാപിച്ച ആളുകൾ, ടിബറ്റിനെ അനുകൂലിക്കുന്നവർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ആഘോഷ പരിപാടികളാണ് ദലൈലാമയുടെ 90-ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് ഇവിടെ നടന്നു വരുന്നത്. ജൂൺ 30 മുതൽ ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ 90-ാം ജന്മദിനം. ടിബറ്റൻ ബുദ്ധമത വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനം എന്നുള്ളത് ടിബറ്റൻ കലണ്ടറിലെ 5-ാം മാസത്തിലെ 5-ാം ദിനം ആണ്. അത് ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ നടന്നത്. അത് മതാചാരം അനുസരിച്ചുള്ള പ്രാർത്ഥനാ യോഗമാണ് ഇന്നലെ നടന്നത്. ഈ പ്രാർത്ഥനാ യോഗം അദ്ദേഹത്തിന് ദീർഘായുസ് നൽകാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഈ പ്രാർത്ഥനാ യോഗം അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് താൻ ഇനിയും 40 വർഷത്തോളം ജീവിക്കും എന്നാണ് തനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് 130 വയസ്സ് വരെ ജീവിക്കാം എന്നാണ് താൻ കരുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ ഈ അദ്ദേഹത്തിൻ്റെ 90-ാം പിറന്നാൾ വലിയ ആഘോഷത്തോടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ തന്നെ തൻ്റെ പിൻഗാമിയെ ദലൈലാമ ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചൈനയുടെ പ്രതികരണം വന്നിരുന്നു. ചൈന ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള ഒരു ആളായിരിക്കും ഈ ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ 15-ാം ദലൈലാമ എന്നാണ്. അതായത് അടുത്ത ദലൈലാമ ആര് എന്നതിൽ ചൈനീസ് സർക്കാരിൻ്റെ അംഗീകാരം ആവശ്യമാണ് എന്നായിരുന്നു ചൈനയുടെ നിലപാട്. അത് തള്ളിക്കൊണ്ടായിരുന്നു 2 ദിവസങ്ങൾക്ക് മുമ്പ് ദലൈലാമ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ച 2011 എടുത്ത തീരുമാനം എന്നുള്ളത്. പരമ്പരാഗത ടിബറ്റൻ ബുദ്ധമത വിശ്വാസം അനുസരിച്ചായിരിക്കും തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ കാലശേഷം ബുദ്ധമത വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങൾ, പല മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അദ്ദേഹത്തെ തീരുമാനിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തുടർന്നാണ് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ചൈന നിലപാട് ആവർത്തിക്കുമ്പോൾ മതപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നും ദലൈലാമയുടെ പിൻഗാമിയെ തീരുമാനിക്കുന്നത് അത് ടിബറ്റൻ ബുദ്ധമത പാരമ്പര്യമനുസരിച്ച് തന്നെ ആയിരിക്കും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ദലൈലാമയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റിൻ്റെ ജനതയെ അവരുടെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലൂടെ ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് വലിയ പ്രതിസന്ധികൾ ടിബറ്റ് നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നിലവിലെ ദലൈലാമ ടെൻസിംഗ് ഗാസ്റ്റോ ദലൈലാമയായി എത്തുന്നത്. ആ ഒരു ഘട്ടത്തിൽ, ആ പ്രതിസന്ധി ഘട്ടത്തിലൂടെ തൻ്റെ ജനതയെ നയിച്ച ഒരു നേതാവാണ്. ടിബറ്റിൻ്റെ രാഷ്ട്രത്തലവനും മത മേധാവിയും ആണ് ദലൈലാമ. ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ തൻ്റെ മേൽ അർപ്പിക്കപ്പെട്ട ചുമതല കൃത്യമായി തന്നെ നിർവഹിക്കുകയും തൻ്റെ ജനതയെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും പാതയിലൂടെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നയിക്കുകയും ചെയ്ത ഒരു നേതാവാണ്
ദലൈലാമ. 1989 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ആദരിച്ചിരുന്നു. അദ്ദേഹം ഈ ലോകത്ത് മുഴുവനുള്ള ഈ ബുദ്ധ മതവിശ്വാസികളെ, ഒപ്പം തന്നെ ഈ ടിബറ്റൻ ബുദ്ധ മതവിശ്വാസികളെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഇപ്പോഴും നയിക്കുന്ന ഒരു നേതാവാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ തൻ്റെ ജനത അവർ ഈ ഒരു ആത്മവിശ്വാസം കൈവിട്ടു പോകാതിരിക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ കേന്ദ്രം നിലവിൽ പ്രവർത്തിക്കുന്നത് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ചോലിംഗ് ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ 1959 ചൈനയുടെ അദ്ദേഹത്തെ തടവിലാക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. 13 ദിവസം നീണ്ട ദീർഘമായ യാത്ര അതിദുർഘടമായ ഹിമാലയൻ മലനിരകളിലൂടെ കൊടും മഞ്ഞിൽ അദ്ദേഹം അനുയായികളുമായി ഇവിടെ അഭയം തേടുകയായിരുന്നു. ഇന്ത്യ നൽകിയ സംരക്ഷണത്തെ അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും പുസ്തകത്തിലും എല്ലാം തന്നെ പരാമർശിച്ചിട്ടുണ്ട്. താൻ ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഒരു റെഫ്യൂജിയായാണ് എത്തിയത് എങ്കിൽ പോലും താനിവിടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഇന്നത്തെ ഈ 90ാം ജന്മദിന ആഘോഷത്തിലും ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നുള്ള ബുദ്ധമത വിശ്വാസികളുടെയും ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ ധരംശാല. ഇന്ന് 9 മണി മുതൽ 11 മണി വരെയാണ് പ്രധാന ആഘോഷ ചടങ്ങുകൾ നടക്കുക. ഈ ചടങ്ങുകൾക്കിടെ ദലൈലാമ തന്നെ ഈ ഇവിടെ എത്തിയിരിക്കുന്ന വിശ്വാസികളെ അദ്ദേഹം കാണും. അദ്ദേഹം സംസാരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമില്ല. സംസാരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ അധികാരികൾ വ്യക്തമാക്കുന്നത്. ബലറാം നെടുങ്ങാടിയാണ് ധരംശാലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വിപുലമായ ആഘോഷ പരിപാടികളാണ് ധരംശാലയിൽ ഉണ്ടാവുക. 90ാം പിറന്നാളാണ് ദലൈലാമയ്ക്ക്. അടുത്ത ദലൈലാമയുടെ പിൻഗാമി ആരാകണം എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഒരു പിറന്നാൾ ആഘോഷം വന്നെത്തുന്നത്. ചൈന അംഗീകരിക്കുന്ന പേരായിരിക്കണം എന്നുള്ള ആവശ്യം ചൈന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ദലൈലാമയും ഇന്ത്യയും തള്ളിയിട്ടുമുണ്ട്. ഡാർക്ക്നെറ്റ് ലഹരി കടത്തിലൂടെ എഡിസൺ സമ്പാദിച്ചത് കോടികൾ. 10 കോടി രൂപയിലേറെയാണ് ലഹരി കച്ചവടത്തിലൂടെ എഡിസൺ സമ്പാദിച്ചത്. അന്വേഷണ സംഘം കണ്ടെത്തിയ എഡിസന്റെ ലഹരി ഇടപാടിന്റെ വിശദാംശങ്ങൾ 24-ന് ലഭിച്ചു. 24 ബിഗ് ബ്രേക്കിംഗ്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഇതൊരു വല്ലാത്ത കേസാണ്. അതിൽ അന്വേഷണ സംഘത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്? ലഭ്യമാകുന്ന വിവരങ്ങൾ ഏത് തരത്തിലാണ്? എത്രത്തോളം തെളിവ് ശേഖരണത്തിലേക്ക് കൂടുതൽ പേരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള നിഗമനങ്ങളിലേക്കൊക്കെ പോലീസ് NCB ഘട്ടത്തിലെത്തുന്നുണ്ട്? ശ്യാംകുമാർ. റിജിത്ത, ക്രിസ്റ്റീന, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് NCB വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. അതിൽ ശേഖരിച്ച തെളിവുകളും നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ എഡിസൺ അറസ്റ്റിലായപ്പോൾ ഡൽഹിയിൽ നിന്നും 2 പേരെ കൂടി ഇത്തരത്തിൽ എഡിസനെ പോലെ തന്നെ ലഹരി കച്ചവടം ചെയ്ത 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. രാജ്യവ്യാപകമായി തന്നെ ഒരേ സമയം അന്വേഷണവുമായി NCB മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എഡിസൺ നടത്തിയ ചില ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരി കച്ചവടത്തിലൂടെ ഇയാൾ 10 കോടി രൂപയിലേറെയാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് സമ്പാദിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ പണം ഉപയോഗിച്ച് പല രീതിയിൽ പുതിയ സമ്പത്തുകൾ ആർജിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്ന് NCB കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ വീടിനടുത്ത് തന്നെ മൂവാറ്റുപുഴയിൽ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നുണ്ട്. അതിലേക്ക് ഈ പണം എത്തിയിട്ടുണ്ടോ എന്നത് NCB പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ എഡിസൺ 6000-ലേറെ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ അറസ്റ്റിലായ അരുൺ തോമസ് എന്ന് പറഞ്ഞ ആൾക്ക് കേസിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. എഡിസന് വേണ്ടി വിദേശത്തു നിന്ന് വരുന്ന ലഹരി വസ്തുക്കൾ നേരിട്ട് കൈപ്പറ്റുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി അയക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അരുൺ തോമസ് ആണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ 4 പേരെയും കേസിൽ അറസ്റ്റിലായ 4 പേരെയും തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഈ എഡിസൺ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇയാൾ അമേരിക്കയിൽ കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഡാർക്ക് നെറ്റിലൂടെയുള്ള ലഹരി കച്ചവടത്തിന് വേണ്ട സഹായങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങിയിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. എഡിസന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിശദമായ ഡാറ്റ പരിശോധന നടന്നു വരികയാണ്. ഈ പരിശോധന പൂർത്തീകരിക്കുന്നതോടെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് NCB സംഘം പങ്കുവെക്കുന്നത്. ഏതായാലും കേരളത്തിൽ തന്നെ ലഹരി കച്ചവടത്തിലൂടെ ഒരാൾ 10 കോടി രൂപയിലേറെ സമ്പാദിച്ചു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ശ്യാമ, അത് മാത്രമല്ല ഇയാളോടൊപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഡിയോൾ, അരുൺ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസുകളുമുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരാൾ
ഒരാളിൽ കേന്ദ്രീകൃതമല്ല, ഇത് വിപുലമായ ഒരു നെറ്റ്വർക്കാണ്. ഇതിൽ തന്നെ ചില ഇടപാടുകൾ ഇവരറിയാതെ ഇയാൾ നടത്തി എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പോലീസ് പല ഘട്ടങ്ങളിലും പറയുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ പറഞ്ഞ വിവരങ്ങളിൽ ചിലതിനൊക്കെ സ്ഥിരീകരണമുണ്ടെങ്കിലും മറ്റു ചില കാര്യങ്ങൾക്ക് സ്ഥിരീകരണമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എഡിസൺ എന്ന് പറയുന്നയാൾ നടത്തിയ ലഹരി കച്ചവടത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഈ കേസിൽ അറസ്റ്റിലായ മറ്റ് 4 പേർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമകളായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരുടെ അഡ്രസ്സ് മറയാക്കിക്കൊണ്ട് എഡിസൺ ലഹരി കച്ചവടം നടത്തിയെന്ന വിവരം അന്വേഷണ ഘട്ടത്തിലുമാണ്. ഏതായാലും ഈ കേസിൽ 4 പ്രതികളും നേരത്തെ മുതൽ തന്നെ ലഹരി കച്ചവടം നടത്തുന്നവരാണ്. അതിൽ എഡിസണ് ഈ കേസിൽ എത്രത്തോളം പങ്കുണ്ടായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് 2 വർഷത്തിനിടയ്ക്ക് 10 കോടി രൂപയിലേറെ ലഹരി കച്ചവടം നടത്താൻ ഇയാളെ സഹായിച്ചത്. അപ്പോൾ എത്ര അളവിൽ ഇയാൾ ഇതുവരെ ലഹരി കച്ചവടം നടത്തി എന്നുള്ളതിൻ്റെ വിവരമാണ് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉൾപ്പെടെ ഡാറ്റ പരിശോധനയിൽ നിന്ന് NCBക്ക് ഇനി കണ്ടെത്താനുമുള്ളത്. അതിൽ തന്നെയാണ് ഈ 10 കോടി രൂപയിൽ ഉപയോഗപ്പെടുത്തിയാണോ ഈ നാട്ടിൽ ചില സ്വത്തുക്കൾ വാങ്ങുകയും ചില കെട്ടിടങ്ങളുടെ നിർമ്മാണം നടത്തുകയും ഒക്കെ ചെയ്തത് എന്ന വിവരവും NCB അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർണായകമായ ഒരു കേസിൻ്റെ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച 4 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി NCB തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ബഹിരാകാശ നിലയത്തിൽ നിന്ന് തത്സമയം വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ശുഭാംശു ശുക്ല മേഘാലയയിലെ നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കും. വിദ്യാർത്ഥികളുമായുള്ള തത്സമയ സംവാദം ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:08 ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിലുള്ള സംഘം ബഹിരാകാശത്ത് 10 ദിവസം പിന്നിട്ടു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വീണ്ടും. പാലക്കാട് തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതിയെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 10 വയസ്സുകാരിയെ നേരിയ പനിയെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഈ യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? സമ്പർക്ക പട്ടികയിലുള്ള ഒരു കുട്ടിക്ക് കൂടെ രോഗം ബാധിച്ചു അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് റെജിത്ത്. അതായത് ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് പാലക്കാടുണ്ടായിരുന്ന നിപ്പ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ രോഗി വെന്റിലേറ്ററിലാണ്. സ്ഥിതി കുറച്ച് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യ പ്രവർത്തകരുമായി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ പാലക്കാട് നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുറെ കൂടി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ നിപ്പ ബാധിച്ച 425 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ മലപ്പുറത്ത് മാത്രം 228 പേരുണ്ട്. പാലക്കാട് 110ഉം കോഴിക്കോട് 87ഉം എന്നിങ്ങനെയാണ് കണക്ക്. ഇതിൽ കോഴിക്കോടുള്ള 87 പേർ എന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകരാണ്. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 5 പേർ ICUവിലാണ് എന്ന വിവരമാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് വൈകിട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ അത് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഫലം നെഗറ്റീവാണ് എന്ന വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. ഇതിൽ പാലക്കാട് ചികിത്സയിലുള്ള ഒരാൾ ഐസൊലേഷനിലാണ് എന്ന ഒരു വിവരം, അതായത് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ ഐസൊലേഷനിലാണ് എന്ന വിവരമാണ് നമുക്ക് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന വിവരം. ഈ പാലക്കാടുള്ള 61 പേർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലക്കാടുള്ള സമ്പർക്ക പട്ടികയിലുള്ള 61 പേര് ആരോഗ്യ പ്രവർത്തകരാണ് എന്ന വിവരവും എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. ആ യുവതി കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മരണശേഷമാണ് ഇത്തരത്തിൽ നിപ്പയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീയുടെ റൂട്ട് മാപ്പ് അടക്കം അതായത് പ്രസിദ്ധീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഐസൊലേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ ആളുകളാണ് പ്രധാനമായിട്ടും ഈ ആരോഗ്യ പ്രവർത്തകർ എന്ന ആരോഗ്യ വകുപ്പ് തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇന്നലെ രാത്രി പാലക്കാട് നിന്നെത്തി ഈ കോഴിക്കോട് ചികിത്സയിൽ തുടരുന്ന ആളുടെ സ്ഥിതി കുറച്ച് ഗുരുതരമാണ്. പക്ഷേ എങ്കിൽ പോലും മറ്റ് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരുന്നുകളോടൊക്കെ കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്ന ഒരു കാര്യവും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ വെന്റിലേറ്ററിലാണ്. വരും മണിക്കൂറുകളിൽ അതായത് ഒരു 10 മണിയോടുകൂടിയോ 11 മണിയോടുകൂടിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഷഹദ് റഹ്മാൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിപ്പ രോഗബാധിതയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സമ്പർക്ക പട്ടികയിൽ 400-ലധികം ആളുകളാണ് നിലവിലുള്ളത്. നോക്കാം ഇനി ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ.
ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രായേലി സംഘം ഇന്ന് ഖത്തറിലെത്തുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ. ഇറാനിൽ നിന്ന് കുടിയേറിയ അഫ്ഗാൻ ജനതയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമെന്ന് ടോളോ ന്യൂസിന്റെ റിപ്പോർട്ട്. ദുരവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് തിരിച്ചെത്തിയവർ അഫ്ഗാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അഫ്ഗാൻ കുടിയേറ്റക്കാർക്കുള്ള പ്രൂഫ് ഓഫ് രജിസ്ട്രേഷൻ കാർഡുകളുടെ കാലാവധി നീട്ടുന്നത് പുനഃപരിശോധിക്കുകയാണെന്ന് സർക്കാർ. ജിബൂട്ടിയിലെ സൈനിക താവളത്തിൽ അമേരിക്ക തടവിലാക്കിയ 8 കുടിയേറ്റക്കാരെ ദക്ഷിണ സുഡാനിലേക്ക് നാടുകടത്തി. ട്രംപ് ഭരണകൂടത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് നാടുകടത്തൽ. കൊളംബിയൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ മിഗ്വൽ ഉറീബിനെ വധിക്കാൻ ശ്രമിച്ച സംഘത്തിലെ ഒരാളെ പിടികൂടിയതായി കൊളംബിയൻ പോലീസ്. ജൂൺ 7-ന് ബൊഗാട്ടയിൽ നടന്ന റാലിയിൽ സ്ഥാനാർത്ഥിയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച എൽ കോസ്റ്റനോ എന്ന ജോസ് ആറ്റിഗയെയാണ് അറസ്റ്റ് ചെയ്തത്. ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെറിറ്റേജിന്റെ 2ാമത്തെ പൈതൃക സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ, അക്കാദമിക് വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനമേൽക്കേണ്ടി വന്ന സംഭവത്തിൽ പേരൂർക്കട പോലീസ് കേസെടുത്തു. ബിന്ദുവിനെതിരെ പരാതി നൽകിയ ഓമന ഡാനിയൽ, മകൾ നിഷ, കസ്റ്റഡിയിലെടുത്ത SI പ്രസാദ്, ASI പ്രസന്നൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വ്യാജ മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കേസെടുക്കാൻ HCST കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. സംസ്ഥാനത്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ ചമഞ്ഞ് തട്ടിപ്പ് വ്യാപകമെന്ന് പരാതി. ഹോട്ടൽ ഭക്ഷണത്തിനെതിരെ പരാതി ലഭിച്ചു എന്ന പേരിൽ ഉടമകളിൽ നിന്ന് പണം ഈടാക്കുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ ഇടുക്കി, കോഴിക്കോട് മേഖലകളിൽ നിന്നുള്ള ഹോട്ടൽ ഉടമകൾ പരാതി നൽകി. മലബാർ മേഖലയിലും മധ്യ കേരളത്തിലുമായാണ് ഹോട്ടൽ ഉടമകളിലേക്ക് ഫോൺ കോൾ എത്തുന്നത്. പാർസൽ വാങ്ങിയ ഭക്ഷണം കഴിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവർ പരാതി നൽകിയെന്നാണ് ഫോൺ കോളിൽ പറയുന്നത്. ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നയാൾ 50,000 രൂപ വരെ ചുമത്താൻ പറ്റുന്ന കേസിൽ നിന്നൊഴിവാകാൻ 10,000 രൂപ ഗൂഗിൾ പേ നൽകാൻ ആവശ്യപ്പെടുന്നുവെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. തിരൂരിലും കോഴിക്കോടും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും എറണാകുളം നഗരത്തിലും ഫോൺ കോളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാം ഒരു നമ്പറിൽ നിന്നു തന്നെ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഗ്രൂപ്പിൽ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് തട്ടിപ്പാണ് എന്ന് മനസ്സിലായത്. ഏറ്റവും തിരക്കുള്ള സമയത്താണ് ഇയാൾ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ആന്തലാണ്. കാരണം ഫുഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അത് എത്ര 100% നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താലും എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് സംശയം തോന്നും. അതുകൊണ്ടാണ് ഈ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ അത് പേടിക്കുന്നത്. സംശയം തോന്നിയ പലരും തിരിച്ചു വിളിച്ചപ്പോൾ മറുതലക്കൽ ഫോൺ എടുത്തതുമില്ല. ഫോൺ വിളിച്ച ആളെ ആരും ഇതുവരെ നേരിൽ കണ്ടിട്ടുമില്ല. പൊതുപ്രശ്നമായി മാറിയതോടെ പോലീസിൽ ഹോട്ടൽ ഉടമകൾ പരാതി നൽകി. ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കും സമാനമായ പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആവശ്യം. 24 തൊടുപുഴ. നോക്കാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. ജനാധിപത്യം നിലനിൽക്കാൻ വിവരാവകാശ നിയമം സംരക്ഷിക്കപ്പെടണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. ഹക്കീം. വിവരാവകാശ നിയമത്തിനെതിരെ നടക്കുന്ന ഏത് കൈയേറ്റവും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് വിവരാവകാശ കമ്മീഷണർ. പുതിയ പാഠപുസ്തകത്തിനനുസരിച്ച് 1 മുതൽ 10 വരെ ക്ലാസുകൾക്കുള്ള ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ ഈ മാസം 9 മുതൽ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കുട്ടികൾക്കുള്ള അധിക പിന്തുണ എന്ന തരത്തിലാണ് ഈ ക്ലാസുകൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും മന്ത്രി. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം പതിപ്പിന്റെ ഭാഗമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ വർഷം മുതൽ മാധ്യമ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇന്നു മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള പത്ര, ദൃശ്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും ന്യൂസ് ഫീച്ചറുകളുമാണ് പുരസ്കാരത്തിന് പരിഗണിക്കുക. ഡാർക്ക് വെബ് വഴി മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഇടപാടുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈബർ പട്രോളിംഗ് ശക്തമാക്കി പോലീസ്. ഡാർക്ക് വെബ് ഇടപാടുകൾ നിരീക്ഷിക്കാനായി സൈബർ ഡോമിന്റെ പ്രത്യേക വിഭാഗത്തിന് ചുമതല. തിരുവനന്തപുരം ജില്ലയിലെ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി നോർക്ക റൂട്ട്സും സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും സംയുക്തമായി ശില്പശാല സംഘടിപ്പിക്കുന്നു. ഏകദിന സംരംഭകത്വ ശില്പശാല ജൂലൈ 11 നടക്കും.
ഇടുക്കി കുമളിയിൽ ആദിവാസി 55 ദിവസമായി കാണാനില്ല എന്ന് പരാതി. മാന്നാക്കുടി സ്വദേശി അയ്യപ്പനെയാണ് കാണാതായത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് അയ്യപ്പന്റെ കുടുംബം രംഗത്തെത്തി. മെയ് 12-നാണ് അയ്യപ്പനെ കാണാതാകുന്നത്. ഭാര്യയുടെ കയ്യിൽ നിന്നും 30 രൂപയും വാങ്ങി ബന്ധുവീട്ടിലേക്ക് പോയതാണ്. അവിടെ നിന്ന് സഹോദരിയുടെ മകളുടെ ഭർത്താവിനൊപ്പം പോയി എന്നാണ് കരുതിയത്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞും അയ്യപ്പനെ കാണാതായതോടെ ഭാര്യയും മകനും അന്വേഷിച്ചപ്പോൾ തനിക്കൊപ്പം ഇല്ലെന്നായിരുന്നു സഹോദരിയുടെ മകളുടെ ഭർത്താവിന്റെ മറുപടി. തുടർന്ന് കുമളി പോലീസിൽ പരാതി നൽകി. വനംവകുപ്പിന്റെ സഹായത്തോടെ കാടിനുള്ളിൽ പോകാനുള്ള സാധ്യത പരിശോധിച്ചു. പോലീസ് നായയുടെ സഹായത്തോടെയും തിരച്ചിൽ നടത്തി. അവിടെ പോയിട്ട് അവരെ വീട്ടിൽ പോയെന്നാ പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വന്ന ആരും കണ്ടിട്ടില്ല ഇത്രയായിട്ട്. അപ്പം അവിടെ ഭയങ്കര വഴക്കൊക്കെ ആരെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അവിടെ ഉള്ളവര്. പക്ഷെ അവിടെ നിന്ന് ചേട്ടൻ തിരിച്ചു വന്നിട്ട് ചെരുപ്പ് മാത്രം അവിടെ കിടക്കും. അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആളെവിടെയാന്ന് ഇവരായിട്ടും അറിയത്തില്ലെന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും ഉണ്ടായെന്ന് തിരിച്ചു വന്നാൽ മതി എന്നാണ് ഇപ്പം. അയ്യപ്പനെ കാണാതായതിന്റെ 2 ദിവസം മുൻപ് സഹോദരിയുടെ മകളുമായി വഴക്കുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ സിഗ്നലോ മറ്റു വിവരങ്ങളോ ഇല്ലാത്തതിനാൽ പോലീസ് അന്വേഷണം നിലച്ച മട്ടാണ്. തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസികളെ സംഘടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. 24 ഇടുക്കി. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. മധ്യപ്രദേശിലെ ഷിയോപൂർ ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളം കയറി വൻ നാശനഷ്ടം. NHAI നിർമ്മിച്ച ഡ്രൈനേജ് സംവിധാനമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഷിയോപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഉദ്ധവ് താക്കറെക്കെതിരെ രൂക്ഷ വിമർശനവുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. രാജ് താക്കറെയുമായി ഉദ്ധവ് താക്കറെ വേദി പങ്കിട്ടതിന് പിന്നാലെയാണ് വിമർശനം. മറാത്തി സമൂഹത്തിനു വേണ്ടി സംസാരിക്കുന്നതിന് പകരം ഉദ്ധവ് താക്കറെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് താൽപര്യം നൽകുന്നുവെന്ന് ഏക്നാഥ് ഷിൻഡെ. ജാർഖണ്ഡിലെ രാംഗഡ് ജില്ലയിൽ വൻ അപകടം. അനധികൃത ഖനനത്തിനിടെ ഒരു ഖനിയുടെ ഭാഗം തകർന്ന് 4 പേർക്ക് ദാരുണാന്ത്യം. അപകടമുണ്ടായത് സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനടുത്ത്. ജമ്മുകാശ്മീരിൽ ചൂട് കൂടുന്നു. 7 പതിറ്റാണ്ടിനിടയിൽ ശ്രീനഗറിലും പഹൽഗാമിലും ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ശനിയാഴ്ച പകൽ ശ്രീനഗറിൽ രേഖപ്പെടുത്തിയ താപനില 37.4 ഡിഗ്രി സെൽഷ്യസ്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP ദേശീയ വക്താവ് ഷെഹ്ദാസ് പൂനെവാല. എവിടെ ഭൂമി കണ്ടാലും കോൺഗ്രസ് അഴിമതിയിലൂടെ ആ ഭൂമി പിടിച്ചെടുക്കുന്നുവെന്ന് പൂനെവാല. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 6ാം സീസൺ ഓഡിഷൻ തൃശൂരിൽ നടന്നു. തൃശൂർ വൃന്ദാവൻ ഹോട്ടലിൽ നടന്ന ഓഡിഷനിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. അതേസമയം മലപ്പുറത്ത് ഇന്ന് നടത്താനിരുന്ന ഓഡിഷൻ മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലയിലെ നിപ്പ ജാഗ്രതാ നിർദ്ദേശം പരിഗണിച്ചാണ് തീരുമാനം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അങ്ങവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ. കുട്ടിപ്പാട്ടുകാർക്ക് അവസരം നൽകുന്ന ജനപ്രിയ റിയാലിറ്റി ഷോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 6ാം സീസണിലേക്ക് കടക്കുമ്പോൾ ഓഡിഷൻ വേദി തന്നെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന വേദിയായി. കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകൻ ഞങ്ങൾ കണ്ണനായി വന്നവനെ നൂറുകണക്കിന് കുട്ടികളാണ് തൃശൂർ വൃന്ദാവൻ ഹോട്ടലിൽ നടന്ന ഓഡിഷനിൽ പങ്കെടുത്തത്. ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പാടുന്നവർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല റഷുണ്ട്. ഒത്തിരി പാടുന്ന കുട്ടികളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മികച്ച കുറച്ച് കുട്ടികളുടെ ഒരു സെലക്ഷൻ തന്നെയായിരിക്കും ഉണ്ടാവാന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ വിസ്മയം തീർത്തത്. മൊത്തത്തിൽ നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ കുറച്ച് തൃശ്ശൂർ എല്ലാ ഭാഗത്തു നിന്നും പിള്ളേർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പിള്ളേരെ കിട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടാണ് നമ്മുടെ ഓഡിഷൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഹ്യൂജ് റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്നതോറും പിള്ളേരുടെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റും ഓരോ കാര്യങ്ങളും പഠിച്ച് ഓരോ കാര്യങ്ങളും നമ്മുടെ ഷോ കണ്ട് പഠിച്ചാണ് പിള്ളേർ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓഡിഷൻ തുടരും. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി കർപ്പൂര കുളിർ കാറ്റ്
കളിവഞ്ചിപ്പാട്ടായി. 24 തൃശൂർ. നോക്കാം ഇനി ചില അറിയിപ്പുകൾ. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ സിവിൽ സർവീസ് പരിശീലന കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നു. സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്, ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ്, പ്രിലിംസ് കം മെയിൻ കോഴ്സ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2025-26 അധ്യയന വർഷത്തെ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന്റെ പ്രൊവിഷണൽ പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റിൽ ഫലം ലഭ്യം. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ PTA ഓഫീസിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലറിക്കൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബികോമും 2 വർഷ പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കണ്ണൂർ ജില്ലാ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലേക്ക് ജൂലൈ 9 നടത്താനിരുന്ന സ്റ്റുഡന്റ് കൗൺസിലർ അഭിമുഖം ജൂലൈ 10 മാറ്റി. രാവിലെ 11 മണിക്ക് ജില്ലാ ITDP ഓഫീസിൽ അഭിമുഖം നടക്കും. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലെ അസിസ്റ്റന്റ് തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സർക്കാർ സർവീസിലോ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ തത്തുല്യമായ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2 ആഴ്ചയായി തുടരുന്ന അമേരിക്കൻ നിർമ്മിത ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 തിരികെ കൊണ്ടുപോകാനായി ബ്രിട്ടനിൽ നിന്നുള്ള 25 അംഗ വിദഗ്ധ സംഘം ഇന്ന് ഉച്ചയോടെ എത്തും. ലോക്ഹീഡ് C-130 ഹെർക്കുലീസ് എന്ന കൂറ്റൻ വിമാനവുമായാണ് സംഘം എത്തുന്നത്. യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് തിരികെ കൊണ്ടുപോകാനായില്ല എങ്കിൽ ചിറകുകൾ ഇളകി മാറ്റി ചരക്ക് കപ്പലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രിട്ടീഷ് സംഘം എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു യുദ്ധവിമാനം അത് കുറേ ദിവസങ്ങളായി ഇവിടെയുണ്ട്. അത് കൊണ്ടുപോകാനുള്ള ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനിയിപ്പോൾ ചിറകുകൾ ഇളക്കി മാറ്റി കൊണ്ടുപോവുക, അത് ലോക്ഹീഡ് മാർട്ടിന്റെ വിമാനം തന്നെയാണല്ലോ അതിനായി വരുന്നത്. ക്രിസ്റ്റീന, ഇതിനു മുൻപ് 2019 അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ഈ രീതിയിൽ F-35Bയുടെ ചില പ്രശ്നങ്ങൾ മൂലം അത് ഈ ചിറകിളക്കി മാറ്റി കൊണ്ടുപോയ സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ. നിലവിൽ ഇവിടുത്തെ ഡൊമസ്റ്റിക് ബേയിലാണ് ഇപ്പോഴും ഈ വിമാനമുള്ളത്. ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഹാങ്ങറിലേക്ക് ഇതുവരെയും മാറ്റിയിട്ടില്ല. ഈ വിദഗ്ധ സംഘം എത്തിയ ശേഷം മാത്രം മാറ്റിയാൽ മതി. അതായത് ഇത് വന്നത് എവിടെയാണോ അവിടെ തന്നെയാണ് ഇപ്പോഴും ഈ വിമാനം കിടക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട 25 അംഗ സംഘം എത്തുന്നതിൽ ഈ നിർമ്മാണ കമ്പനിയുടെ വിദഗ്ധർ കൂടി എത്താനുണ്ടായ കാലതാമസമാണ് ഇത്രയും അധികം ദിവസം ഈ വിദഗ്ധർ എത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കാനുള്ള കാരണമായിട്ടുണ്ടായത്. നേരത്തെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റും ഒപ്പം തന്നെ ഈ വിമാനം പരീക്ഷണ പറക്കലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് അഭ്യാസ പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ട് പറന്നുയർന്ന ആ ഒരു വിമാന വാഹിനിയായിട്ടുള്ള കപ്പലിലുണ്ടായിരുന്ന 2 സാങ്കേതിക വിദഗ്ധരും പൈലറ്റും ഒക്കെ തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയതിൻ്റെ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് നോക്കിയതാണ്. ഇതിൻ്റെ അതായത് ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് ഇവിടെ ഇത് ലാൻഡ് ചെയ്തതെങ്കിൽ കൂടി പിന്നീട് ഹൈഡ്രോളിക് സംവിധാനത്തിലെ ചില പിഴവാണെന്നുള്ളതിൻ്റെ സൂചന ലഭിച്ചു. പക്ഷേ ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവല്ല, മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർമ്മാണ കമ്പനികളും മറ്റ് സാങ്കേതിക വിദഗ്ധർ കൂടി എത്തിയാൽ മാത്രമേ അത് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഇത് ആദ്യമായിട്ടാണ് രാജ്യത്ത് ഇങ്ങനെ ഒരു യുദ്ധവിമാനം അന്താരാഷ്ട്ര വിമാനത്തിൽ എത്തിയത് ഹാങ്ങറിലേക്ക് മാറ്റുന്ന സംഭവം ഉണ്ട്. അങ്ങനെ ഹാങ്ങറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആദ്യ സംഭവം അങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം ഈ വേറൊരു രാജ്യത്തിൻ്റെ ഹാങ്ങറിലേക്ക് മാറ്റുന്ന സംഭവം ആദ്യ സംഭവം മാറും. എന്താണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഈ വിദഗ്ധ സംഘം എത്തുമെന്നാണ് സൂചന. ശരി, മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി. പ്രസിഡന്റ് ലൂയിസ് ഇൻസിയോ ലുല ഡിസിൽവയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, പ്രതിരോധം ഉൾപ്പെടെ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകും. വിനീത BG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ എത്തിയിരിക്കുന്നത്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം ബ്രസീലിലേക്ക് എത്തിയിരിക്കുന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങളുമൊക്കെയായി അദ്ദേഹം അവിടെ സംവദിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇതിനോടകം തന്നെ വന്നിട്ടുമുണ്ട്. അവിടെയുള്ള കുഞ്ഞുങ്ങളുമായൊക്കെ അദ്ദേഹം അവർക്ക് ആശംസകൾ നേരുകയും അവരുമായൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്നും നാളെയുമായി നടക്കുന്ന
നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഒപ്പം തന്നെ അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യം, വ്യാപാരം, ആഗോളതലത്തിലുണ്ടാകുന്ന ഭീകരത, ഇതിനൊക്കെ എതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികളും ഒപ്പം തന്നെ ഈ വിവിധ രാജ്യങ്ങൾക്കിടയിലുള്ള കൂടുതൽ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഉച്ചകോടിയിൽ ചർച്ചയാകും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കും. ബ്രസീൽ പ്രസിഡന്റ് അധ്യക്ഷതയിലാണ് ഉച്ചകോടി ചേരുക. ഒപ്പം ഇത്തവണത്തെ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഉണ്ടാവില്ല, പകരം ചൈനീസ് പ്രധാനമന്ത്രിയായിരിക്കും പങ്കെടുക്കുക. റഷ്യൻ പ്രസിഡന്റും വീഡിയോ കോൺഫറൻസിലൂടെയായിരിക്കും ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. അതിനുശേഷം അദ്ദേഹം ബ്രസീൽ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം ബ്രസീലിലേക്കുള്ളൊരു സന്ദർശനത്തിന് ബ്രസീൽ പ്രസിഡന്റ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള മറ്റ് നയതന്ത്രപരമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും. നാളെ ഈ ഉച്ചകോടിക്ക് ശേഷം അദ്ദേഹം തിരിച്ച് നമീബിയ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും തിരികെ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുക. ശരി, വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇനി ബിസിനസ് ന്യൂസ്. ഓട്ടോ എക്സ്പോയ്ക്ക് പകരമായി കേന്ദ്രം അവതരിപ്പിച്ച ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയുടെ 3ാം പതിപ്പ് 2027 ഫെബ്രുവരി 4 മുതൽ 9 വരെ നടക്കും. പ്രഗതി മൈതാനം, ദ്വാരക യശോഭൂമി, ഇന്ത്യ എക്സ്പോ സെന്റർ, ഗ്രേറ്റർ നോയിഡ എന്നീ വേദികളിലായിരിക്കും മേള. കപ്പൽ നിർമ്മാണത്തിൽ പുതിയ ചുവടുവയ്പുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനികളിലൊന്നായ HD കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ്ഷോർ എഞ്ചിനീയറിംഗുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. പാകിസ്ഥാനിൽ പ്രവർത്തനം അവസാനിപ്പിച്ച് ആഗോള ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് ആഗോളതലത്തിൽ വർക്ക് ഫോഴ്സ് കുറയ്ക്കുന്ന നീക്കത്തിന്റെ ഭാഗമായാണ് പ്രവർത്തനം നിർത്തുന്നത്. കമ്പനിയുടെ റീജിയണൽ ഹബ്ബുകൾ, ഓതറൈസ്ഡ് റീസെല്ലർമാർ എന്നിവരിലൂടെ പാകിസ്ഥാനിലെ ക്ലയൻസിന് സേവനങ്ങൾ നൽകും എന്ന് കമ്പനി. ചൈനയെയും അമേരിക്കയെയും പിന്നിലാക്കി സാമ്പത്തിക സമത്വത്തിൽ ഇന്ത്യയുടെ നില മെച്ചപ്പെടുമെന്ന് ഗിനി ഇൻഡെക്സിന്റെ റിപ്പോർട്ട്. രാജ്യത്തെ സമ്പത്ത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിലുള്ള തുല്യതയെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. കടക്കെണിയിലായതിനെ തുടർന്ന് പാപ്പരത്ത നടപടികൾ നേരിടുന്ന ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ ആസ്തികൾ സ്വന്തമാക്കാനുള്ള ലേലത്തിൽ താൽപര്യമറിയിച്ച് വമ്പൻ കമ്പനികൾ. ഡാൽമിയ ഭാരതും അദാനി എന്റർപ്രൈസസും ലേലത്തിൽ പങ്കെടുക്കാനെത്തിയതോടെ ലേലത്തുക 14,000 കോടി രൂപയ്ക്ക് മുകളിലായെന്ന് റിപ്പോർട്ടുകൾ. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.